Yes, welcome to Smart Sri classes. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ടെൻസുകളെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. എന്താണ് ടെൻസ്? ടെൻസ് എന്നാൽ ആ പദത്തിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാലം എന്നാണ്. ഇതാണ് ടെൻസ് എന്നാൽ കാലം അഥവാ സമയം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലാറ്റിൻ പദമായ ടെമ്പസ്, ആ ടെമ്പസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെൻസ് എന്ന ഈ ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. അതായത് സമയം അഥവാ കാലം എന്ന അർത്ഥം വരുന്ന ടെമ്പസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായ ടെൻസ് ഉണ്ടായിട്ടുള്ളത്. The word tense has been originated from the Latin word tempus, which means time. അപ്പോൾ ഇംഗ്ലീഷിലെ ടെൻസുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 3 ടെൻസുകളാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ളത്. അതേതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. എന്താണ് പ്രസൻറ്റ് ടെൻസ്? വർത്തമാനകാലം. പാസ്റ്റ് ടെൻസ് ഭൂതകാലം. ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഇങ്ങനെ 3 കാലങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയിലെന്ന് മാത്രമല്ല ഏത് ഭാഷയിലും ഉള്ളത്. പക്ഷേ ആശയങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി അവതരിപ്പിക്കാൻ ഈ ഓരോ ടെൻസുകളെയും വീണ്ടും 4 ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാമാണെന്ന് ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടാം. നോക്കൂ, ദ പ്രസൻറ്റ് ടെൻസ്. ഈ പ്രസൻറ്റ് ടെൻസിനെ 4 ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയോടൊപ്പം പ്രസൻറ്റ് എന്ന പദം ഉണ്ടായിരിക്കും. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഉപവിഭാഗങ്ങൾ, സബ് ഡിവിഷൻസ് ആണേത്. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ്. അതിൻ്റെ കൂടെ പ്രസൻറ്റ് എന്നുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ്, അതിൻ്റെ കൂടെയും പ്രസൻറ്റ് എന്നുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ്, അതിൻ്റെ കൂടെയും പ്രസൻറ്റ് ഉണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഉപവിഭാഗങ്ങൾ. എന്തിനാണ് ഇങ്ങനെ ഒരു തരംതിരിവ്? ആശയങ്ങൾ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻസുകളെ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിനെയും ഇതുപോലെ 4 ഉപവിഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. 4 സബ് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെയും നോക്കാം. സിമ്പിൾ പാസ്റ്റ്, അതിൻ്റെ കൂടെ പാസ്റ്റ് എന്നുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിനോടൊപ്പം എല്ലാം പാസ്റ്റ് എന്ന പദം ഉണ്ടായിരിക്കും. ഇതാണ് പാസ്റ്റ് ടെൻസിൻ്റെ 4 ഉപവിഭാഗങ്ങൾ. അടുത്തതാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിനെയും ഇതുപോലെ 4 ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ, അതിനോടൊപ്പം ഫ്യൂച്ചർ എന്ന വേർഡുണ്ട്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചറുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ആശയം കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻസുകളെ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ 12 ടെൻസുകളാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ളത്. ആ 12 നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നിട്ടുള്ളത്. പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഫോംസ്, പാസ്റ്റ് ടെൻസിൻ്റെ 4 ഫോംസ്, ഫ്യൂച്ചർ ടെൻസിൻ്റെ 4 ഫോംസ്. അപ്പോൾ ഇങ്ങനെ 4 വീതം 12 ടെൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഇതിലെവിടെ ഇതിലാദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്.
എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ദിസ് ടെൻസ് ഈസ് ഓൾസോ നോൺ ആസ് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ തന്നെ, ആ ടെൻസ് തന്നെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്നാണ് അതിൻ്റെ മറ്റൊരു നാമധേയം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിനെ തന്നെ നമുക്ക് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്നും പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിൽ ഒരു വാക്യം എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത്. അതിനുശേഷം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു വാക്യം എങ്ങനെ നിർമ്മിക്കാം? ഞാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു വാക്യം മലയാളത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ. അവൾ ഒരു പാട്ട് പാടുന്നു. മിക്കവാറും ഇതൊരു ട്രിക്കാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ വാക്യം, ആ വാക്യത്തിൻ്റെ മലയാളം അർത്ഥം എടുക്കുകയാണെങ്കിൽ അത് നു എന്നുള്ളതിൽ അവസാനിച്ചിരിക്കും. അതിന് വ്യാകരണപരമായിട്ട് തെളിവുകളൊന്നുമില്ല, എങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ട്രിക്കാണ്. നോക്കൂ, അവൾ ഒരു പാട്ട് പാടുന്നു. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു വാക്യമാണ്. ഈ വാക്യം നമ്മളെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, മലയാളത്തിലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും ഡിഫറൻ്റാണ്, വ്യത്യസ്തമാണ്. നോക്കൂ, ഇംഗ്ലീഷ് രീതി അനുസരിച്ച്, അല്ല, ഇംഗ്ലീഷിൽ നിങ്ങൾ ഒരു സെൻറ്റൻസ് നിർമ്മിക്കുമ്പോൾ ആ സെൻറ്റൻസിന് ഒരു സ്ട്രക്ചർ, ഒരു ഘടനയുണ്ട്, പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന ആ രീതിയിലായിരിക്കും. അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾ ഏത് ടെൻസിലും, ഈ പറഞ്ഞ 12 ടെൻസുകളിൽ ഏത് ടെൻസിലും നിങ്ങളൊരു സെൻറ്റൻസ് നിർമ്മിക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? ആദ്യം സബ്ജക്റ്റ് എഴുതിയിരിക്കണം, അതിനുശേഷം വെർബ് എഴുതിയിരിക്കണം, ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ അതും അതിന് ശേഷമേ എഴുതാവൂ. അപ്പോൾ ഇംഗ്ലീഷ് രീതി അനുസരിച്ച് ഒരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ അഥവാ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന ഘടനയിലാണ്. പക്ഷേ മലയാള ഭാഷയിലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ആദ്യം സബ്ജക്റ്റാണ്, അതിനുശേഷം പാട്ട് എന്ന ഓബ്ജക്റ്റാണ്, അവസാനമാണ് വെർബ്. ഉണ്ടോ? അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ സെൻറ്റൻസിൻ്റെ ഘടനയും മലയാളത്തിലെ സെൻറ്റൻസിൻ്റെ ഘടനയും വ്യത്യസ്തമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന നിലയിലാവുമ്പോൾ അത് മലയാളത്തിലോ സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന ആ ഘടനയിലാണ്. അപ്പോൾ ഈ വാക്യം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? അതിനാദ്യം ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വാക്യത്തിൽ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയോ വസ്തുവോ ആരാണ്, അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയണത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? അവൾ. അവൾ എന്നുള്ളതിന് സമാനമായ ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? ഷീ. ആദ്യം തന്നെ ഷീ എന്ന് നമ്മൾ എഴുതും. എന്താ? ഷീ. സബ്ജക്റ്റ് ആദ്യം എഴുതിക്കൊള്ളണം. അതിനുശേഷം അവൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? അവൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് അഥവാ ക്രിയ എന്ന് പറയണത്. പാടുന്നു എന്ന പ്രവൃത്തിയാണ് അവൾ ചെയ്യണത്, അല്ലേ? അപ്പോൾ പാടുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? സിങ്. SING, സിങ്, അല്ലേ? അപ്പോൾ ഷീ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെർബായിട്ടുള്ള സിങ് എന്നെഴുതാം. വാക്യം പൂർണ്ണമായിട്ടില്ല. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ് എഴുതിയിരിക്കുന്നു, അല്ലേ? ഇവിടെ ഒരു വ്യാകരണ നിയമമുണ്ട്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ
വെർബും സിംഗുലർ ആയിരിക്കണം. വെർബിനെ സിംഗുലറാക്കാൻ വെർബിനോടൊപ്പം യെസ് എന്നോ ഇ എസ് എന്നോ ചേർക്കണം. അപ്പോൾ നിങ്ങൾ എന്തെഴുതണം? ഷീ സിങ്സ് എന്നെഴുതണം. കാരണം എന്താ? സിങ് എന്ന വെർബ് പ്ലൂരലാണ്. അതിനെ സിംഗുലറാക്കണം എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം യെസ് എന്ന് ചേർക്കണം. അപ്പോൾ ഷീ സിങ്സ്, അവൾ പാടുന്നു. വാട്ട്, സിങ്സിനോട് വാട്ട് എന്ന ചോദ്യം ചോദിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? എ സോങ്. എ സോങ് ആണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. അവസാനം ഷീ സിങ്സ് എ സോങ്. നേരത്തെ പറഞ്ഞല്ല, ഒരു വെർബിന് 3 ഫോംസ് ആണുള്ളത്. എ വെർബ് ഹാസ് 3 ഫോംസ്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ ഈ വെർബ് തന്നെ എടുക്കുക, സിങ്. ഉണ്ടോ? ഇതിനെ ബേസ് ഫോം എന്നാണ് പറയണത്, അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ്, ഒരു വെർബിൻ്റെ ആദ്യത്തെ ഫോം. അടുത്തതാണ് പാസ്റ്റ് ടെൻസ്, സാങ്, SANG, സാങ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സാങ്, പാടി എന്നർത്ഥം കിട്ടുന്നു. ഇനി അടുത്ത ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനെ SUNG, സങ്. ഉണ്ടോ? ഒരു വെർബിൻ്റെ 3 ഫോംസ് ഉണ്ട്, സിങ്, സാങ്, സങ്. ഏത് വെർബ്സിനും ഇതുപോലെ 3 ഫോംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഗോ, പോവുക, അല്ലേ? വെൻറ്റ്, WENT, വെൻറ്റ്, പോയി. പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ. കേട്ടോ? അടുത്തതാണ്, ഏത് വെർബ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, റൈറ്റ്, എഴുതുക. കേട്ടോ? ബേസ് ഫോം എല്ലാം, ഈ ബേസ് ഫോമിൻ്റെ മലയാളം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കായിൽ അവസാനിച്ചിരിക്കും. നോക്കൂ, സിങ് എന്നാൽ എന്താണ്? പാടുക. ഗോ, പോവുക. റൈറ്റ്, എഴുതുക. ഈറ്റ്, ഭക്ഷിക്കുക. അപ്പോൾ റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസാണ് റോട്ട്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് റിട്ടൺ. അങ്ങനെ ഒരു വെർബിന് 3 ഫോംസാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വെർബിൻ്റെ ആദ്യത്തെ ഫോം, അതായത് ബേസ് ഫോം, ഇതാ വെർബിൻ്റെ ബേസ് ഫോം എപ്പോഴും പ്ലൂരലായിരിക്കും. ഏത് വെർബ് നിങ്ങളെടുത്തോ ആ വെർബിൻ്റെ ആദ്യത്തെ ഫോം, അല്ലെങ്കിൽ ബേസ് ഫോം, അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ് എപ്പോഴും പ്ലൂരലായിരിക്കും. അതിനെയാണ് നമ്മൾ സിംഗുലറാക്കേണ്ടത്. അതിനെ സിംഗുലറാക്കാൻ എന്ത് ചെയ്യും? അതിനോടൊപ്പം യെസ് എന്ന് ചേർത്താൽ മതി. ഇപ്പോൾ സിങ് എന്നുള്ളതിൻ്റെ സിംഗുലർ ഫോം ഏതാണ്? സിങ്സ്. ഗോ എന്നുള്ളതിൻ്റെ സിംഗുലർ ഗോസ്. റൈറ്റ് എന്നുള്ളതിൻ്റെ സിംഗുലർ റൈറ്റ്സ്. ഈറ്റ് എന്നുള്ളതിൻ്റെ സിംഗുലർ ഈറ്റ്സ്. പ്ലക്ക്, PLUCK, പ്ലക്ക്, പറിക്കുക, അതിൻ്റെ സിംഗുലർ ഏതാണ്? പ്ലക്സ്. അതുപോലെ റൺ, റൺസ്. സീ, സീസ്. ഹാൻഡിൽ, ഹാൻഡിൽസ്. ഡ്രൈവ്, ഡ്രൈവ്സ്. ഉണ്ടോ? ഒരു വെർബിൻ്റെ ബേസ് ഫോം എപ്പോഴും പ്ലൂറലായിരിക്കും. അതിനെ സിംഗുലർ ആക്കേണ്ട സാഹചര്യങ്ങൾ നമുക്ക് വരും. അത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിനോടൊപ്പം എസ് ഓർ ES എന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്ന ഘടനയിലാണ് വാക്യം നിർമ്മിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഇനി സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ വെർബും പ്ലൂരലായിരിക്കണം. കൂടാതെ ഏത് വെർബിൻ്റെയും ആദ്യത്തെ ഫോം, അതായത് ബേസ് ഫോം, ആദ്യത്തെ ഫോം പ്ലൂരലായിരിക്കും. അതിനെ സിംഗുലറാക്കാൻ അതിനോടൊപ്പം എസ് എന്നോ ES എന്നോ ചേർത്താൽ മതി. അപ്പോൾ you have to bear in mind these 3 facts. That is, if the subject is in singular form, the verb must also be in the singular form. And if the subject is in the plural form, the verb must also be in the plural form. To change a
plural verb into singular, add s or es to the base form of the verb. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു വാക്യം നിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു അഫർമേറ്റീവ് സെൻറ്റൻസാണ് ഇവിടെ എഴുതിയത്. ഷീ സിങ്സ് എ സോങ്, അവളൊരു പാട്ട് പാടുന്നു, അല്ലേ? ഈ വാക്യത്തെ നമുക്ക് നെഗറ്റീവ് ആക്കേണ്ടി വരും. അതായത് ഇല്ല എന്നർത്ഥം കിട്ടുന്ന ഒരു വാക്യമാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മളെങ്ങനെ ഈ വാക്യത്തെ നെഗറ്റീവ് ആക്കും? അവിടെയും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെഗറ്റീവ് വാക്യം എഴുതുമ്പോഴും വാക്യത്തിൻ്റെ ആദ്യം തന്നെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഷീ ഉണ്ടോ? ഷീ. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കാൻ അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇതിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഈ വാക്യത്തിലെ വെർബ് ഏതാണ്? സിങ്സ്, അല്ലേ? നോക്കൂ, SINGS, സിങ്സ്. ഒരു വെർബിനോടൊപ്പം എസ് എന്നോ ES എന്നോ ഉണ്ടെങ്കിൽ ആ വെർബിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഓക്സിലിയറി വെർബുണ്ട്. അതെപ്പോഴും ഡസ് എന്നായിരിക്കും. എന്താണ്? DOES. എന്താ? ഒരു വെർബിനോടൊപ്പം എസ് എന്നുണ്ടെങ്കിൽ അതിലൊളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി വെർബ് ഡസ് എന്നായിരിക്കും. ഉണ്ടോ? അപ്പോൾ ആ ഓക്സിലിയറി വെർബ് നിങ്ങൾ പുറത്തേക്ക് എടുക്കണം. അതിൻ്റെ കൂടെ മാത്രമേ നോട്ട് എന്ന് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വാക്യത്തെ എങ്ങനെ നെഗറ്റീവാക്കും? സബ്ജക്റ്റ് എടുത്തെഴുതി ഇതിലൊളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി ഡസ്, അതിൻ്റെ കൂടെ നോട്ട് എന്ന് ചേർക്കാം. ഡസ് നോട്ട്. ഷീ ഡസ് നോട്ട്. ഡസ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ എസ് എന്ന് പറയുന്ന സംഭവം നമ്മളിവിടെ എടുത്ത് ബാക്കി എന്തുണ്ട്? സിങ്, SING. ഷീ ഡസ് നോട്ട് സിങ് എ സോങ്. ഉണ്ടോ? അപ്പോൾ സിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി ഏതായിരിക്കും? ഡസ്. ഉണ്ടോ? സിങ്സിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? രണ്ടാക്കി മാറ്റാം. ഡസ് പ്ലസ് സിങ്. ഏത് സിംഗുലർ വെർബിനെയും നിങ്ങൾക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ കംസ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡസ് പ്ലസ് കം. കണ്ടോ? അതുപോലെ ഈറ്റ്സ്, ഡസ് പ്ലസ് ഈറ്റ്. കണ്ടോ? അപ്പോൾ ഒരു സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവാക്കാം? ഈ വാക്യം നോക്കാം. ആ വാക്യത്തിലെ വെർബ് തിരഞ്ഞെടുക്കാം. വെർബിൽ എസ് എന്നുണ്ടെങ്കിൽ ഡസ് ആയിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം നോട്ട് എന്ന് ചേർക്കുക. അപ്പോൾ ഈ വാക്യം എന്താവും? ഷീ ഡസ് നോട്ട് സിങ് എ സോങ്. അപ്പോൾ ഒരു വാക്യത്തിനെ എങ്ങനെ നെഗറ്റീവ് ആക്കി എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി ഈ വാക്യത്തെ നമുക്ക് ചോദ്യമാക്കി മാറ്റേണ്ടി വരും. ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്സിലിയറി വെർബാണ്. ഇതിനെങ്ങനെ നമുക്ക് ഈ വാക്യത്തെ എങ്ങനെ ഒരു ചോദ്യമാക്കി മാറ്റാം? അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിലെ വെർബ് സിങ്സ് ആണ്, അതിലൊളിഞ്ഞിരിക്കുന്നത് ഡസ് ആണ്. അത് ആദ്യം എഴുതിക്കൊള്ളണം. ഡസ്. ഉണ്ടോ? ചോദ്യവാക്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോദ്യത്തിൽ ആദ്യം തന്നെ ഓക്സിലിയറി വെർബ് ഉണ്ടാവും. അതിന് ശേഷമേ സബ്ജക്റ്റ് എഴുതാൻ പാടുള്ളൂ. ഇപ്പോൾ ഡസ് കഴിഞ്ഞാൽ പിന്നെ സബ്ജക്റ്റ് എഴുതാം. ഡസ് ഷീ സിങ്, ഡസ് ഷീ സിങ് എ സോങ്. അവൾ ഒരു പാട്ട് പാടുമോ? അപ്പോൾ ഇംഗ്ലീഷ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു വാക്യം നിർമ്മിച്ചു, അതിനെ നെഗറ്റീവാക്കി, പിന്നെ അതിനെ ചോദ്യമാക്കി മാറ്റി. ഇതാണിപ്പോൾ നമ്മൾ പഠിച്ചത്. അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾ നോക്കാം. ആ എക്സാമ്പിൾ ഇതാണ്. ദേ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുന്നു, അല്ലേ? ഈ വാക്യം നമ്മൾ നിർമ്മിച്ചത് നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്ജക്റ്റ് ദേ പ്ലൂരലാണ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ വെർബ് എന്തായിരിക്കണം? പ്ലൂരലായിരിക്കണം. പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. പ്ലേസ് എന്നാണെങ്കിൽ അത് സിംഗുലറായി. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരലാണ്, വെർബും പ്ലൂരലാണ് ആക്കിയിരിക്കുന്നു. ഓബ്ജക്റ്റ് ഫുട്ബോൾ.
ഈ വാക്യത്തെയും നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നെഗറ്റീവ് ആക്കുമ്പോൾ ഈ വാക്യത്തിലെ വെർബാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. ഒരു വെർബിൻ്റെ ആദ്യത്തെ ഫോം ബേസ് ഫോം അല്ലെങ്കിൽ V1 എന്നൊക്കെ നമ്മൾ പറയും. ബേസ് ഫോം അല്ലെങ്കിൽ V1 എന്ന ഈ ഫോമിൽ അതിലൊളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി എപ്പോഴും ഡു എന്നായിരിക്കും. ഡു കണ്ട, ഡു പ്ലസ് പ്ലേ. ഡു പ്ലസ് പ്ലേ. ഏത് വെർബിൻ്റെയും ആദ്യത്തെ ഫോമിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡു എന്ന വെർബായിരിക്കും. ഇപ്പോൾ SEE സി, അതിലൊളിഞ്ഞിരിക്കുന്നതോ ഡു പ്ലസ് സി. ഉണ്ടോ? അതുപോലെ കിക്ക്, KICK, കിക്ക് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് കിക്ക്. ഏത് വെർബിൻ്റെയും ആദ്യത്തെ ഫോമിൽ ഒളിഞ്ഞിരിക്കുന്നത് ഡു എന്ന ഓക്സിലിയറി വെർബായിരിക്കും. അപ്പോൾ ഈ വാക്യത്തെ നമുക്കിങ്ങനെ നെഗറ്റീവ് ആക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സബ്ജക്റ്റ് എടുത്തെഴുതാം ദേ. ഇനി നോട്ട് എന്ന് ചേർക്കേണ്ടത് ഈ ഓക്സിലിയറി വെർബിനോടായിരിക്കണം. ഡൂവിനോടുകൂടി നോട്ട് ചേർക്കേണ്ട. അപ്പോൾ ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ എന്താവും? ഡു നോട്ട്. അതിനെ നമ്മൾ ഡോണ്ട് എന്നെഴുതും. DONT. ഉണ്ടോ? ദേ ഡോണ്ട്. ദേ ഡോണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്തുപയോഗിക്കാവൂ? പ്ലേ. ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. കേട്ടോ? ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. ഇനി ഇതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യനാക്കി മാറ്റും? നേരത്തെ ചെയ്തതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്സിലിയറി വെർബ് ഏതാണോ, ഡു അല്ലേ ഓക്സിലിയറി, അത് സബ്ജക്റ്റിന് മുമ്പിലായിട്ട് എടുത്തെഴുതാം. അപ്പോൾ എന്താവും? ഡു ദേ പ്ലേ ഫുട്ബോൾ. ഡു ദേ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുമോ? ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു വാക്യം നിർമ്മിക്കുന്നത്. നെഗറ്റീവ് ആക്കുന്നതും അതിനെ പോസിറ്റീവ് അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നതെല്ലാം ഈ രീതിയിലാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കുക. വെർബിനെ സിംഗുലർ ആക്കാൻ S or ES എന്ന് ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് വാക്യങ്ങൾ നിർമ്മിക്കുന്നത്.